നമ്മളുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരു സുപ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ ഇന്നത്തെ ദിവസം പ്രവേശിക്കുക. നമ്മുടെ 20ാമത്തെ ദിവസം. ഇത് നമ്മളുടെ 2ാമത്തെ ഘട്ടത്തിൽ ആത്മജ്ഞാനം എന്നുള്ള ഭാഗം നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചു. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള വിചിന്തനത്തിലായിരുന്നു. ഇനി വരുന്ന 7 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന സമയമാണ്. നമ്മുടെ വിശ്വാസം എല്ലാം യുക്തിഭദ്രമാണ്. അമ്മ മാതാവിനെ കുറിച്ച് തിരുസഭ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഒരു സ്വർഗീയമായ യുക്തിഭദ്രമായ വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് മരിയൻ ഭക്തിയിൽ വഴിവിട്ട ചിന്തകളും എതിർ ചിന്തകളുമൊക്കെ പിശാച് തരുന്നുണ്ട്. നമ്മൾ കൃത്യമായി ഈ 7 ദിവസം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നടത്തുന്ന വിചിന്തനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കണം. കന്യകാമറിയം ഉന്നത വണക്കത്തിന് അർഹ എന്നുള്ളതാണ് ഇന്നത്തെ വിചിന്തന വിഷയം. പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന ഒരു 10 പ്രഥമ പുണ്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നുണ്ട്. അമ്മയുടെ ഉദാത്തമായ എളിമ, സജീവമായ വിശ്വാസം, അന്ധമായ അനുസരണം, നിരന്തരമായ മാനസിക പ്രാർത്ഥന, സകലത്തിലുമുള്ള ആശയടക്കം, അനിതര സാധാരണമായ ശുദ്ധത, സ്നേഹം, ക്ഷമ, മാലാഖമാർക്കൊത്ത മാധുര്യം, സ്വർഗീയ ജ്ഞാനം. ഇത്രയുമാണ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പ്രത്യേകമായി പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന കാര്യങ്ങളായി പറയുക. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഈ പുണ്യങ്ങളെ അനുകരിക്കലാണ്. നമ്മൾ ഈ പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മ നമ്മുടെ സഹരക്ഷകയായി, നമ്മുടെ അമ്മയായി മറിയത്തിലൂടെ നമ്മൾ ഈശോയിലേക്ക് ഐക്യപ്പെടും. അതാണ് നമ്മുടെ ഈ സമർപ്പണത്തിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ കാതലായ ഉദ്ദേശം. ഇന്ന് നമുക്ക് വചനഭാഗം ലഭിക്കുക ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 21 മുതലും വരെയും 42 മുതൽ 52 വരെയുമുള്ള വചനഭാഗമാണ്. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. പരിശുദ്ധ അമ്മയെ രക്ഷാകര പദ്ധതിയുടെ തുടക്കത്തിൽ ഈശോയെ സ്വീകരിച്ച സമയത്ത്, ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് അമ്മയുടെ മുഖഭാവവും ശരീരഭാവവും അതുപോലെ അമ്മയുടെ നിലപാടും ഏറെ ശ്രദ്ധയാണ്. കാരണം അമ്മയാകട്ടെ ഒരു വലിയ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. കാരണം ഒരെടുത്തുചാട്ടം, ഒരു പെട്ടെന്നുള്ള ക്ഷോഭം, ഒരു പെട്ടെന്നുള്ള ഒരു ചിന്ത, ഒരു മാനുഷികമായ മനസ്സിലാക്കൽ പോലും സ്വർഗത്തിൻ്റെ പദ്ധതികൾ കിണങ്ങില്ല എന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തെ സ്വർഗം പ്രത്യേകമായി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സ്വർഗീയ പിതാവ് സൃഷ്ടിച്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, അത് സ്വർഗത്തെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ലൂക്കായുടെ സുവിശേഷം 1:48 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു.
ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനുഷിക കണ്ണു വെച്ച് നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്ന് ധ്യാനിച്ച് നോക്കിയാൽ അറിയാം. സന്തോഷം അവിടെ എവിടെയാ? അതായത് ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് മാലാഖ പറയുന്നു, നീ പരിശുദ്ധാത്മാവ് വരും, നീ ഗർഭിണിയാകും, കല്യാണം കഴിഞ്ഞിട്ടില്ല. സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം. അതുപോലെ ഓരോന്ന്, ഈ ഗർഭവതിയായ അമ്മ തിടുക്കത്തിൽ പോകുന്ന യാത്ര, സൗകര്യക്കുറവുകൾക്കിടയിൽ കുഞ്ഞിന് ജന്മം നൽകുക, കാണാതെ അന്വേഷിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളുടെ എല്ലാം പിന്നിൽ സത്യത്തിൽ ഒരു സങ്കടത്തിൻ്റെ കഥയാണ്. പരിശുദ്ധ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് സ്വർഗീയ പദ്ധതികളെ അത് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ് അമ്മയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യത. വിശുദ്ധ തോമസ് അക്വീനാസ് ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുക. വിശുദ്ധരുടെ ഗണത്തിലല്ല അമ്മ പെടുക. കാരണം വിശുദ്ധരൊക്കെ ജന്മപാപമുള്ളവരായിരുന്നു. അവർ ജന്മപാപത്തെ പ്രതി മല്ലടിച്ച് പാപത്തിൻ്റെ സാധ്യതകളിൽ വീണവരാ. എന്നാൽ അമ്മ സൃഷ്ടിക്കപ്പെട്ടത് ഉത്ഭവ പാപമില്ലാതെയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗം കൊടുത്തൊരു കൃപയെ പ്രിവെൻറ്റീവ് ഗ്രേസ് എന്ന് പറയും. പാപം ചെയ്യാതിരിക്കുവാനുള്ള ഒരു വലിയ കൃപ, പാപത്തോടുള്ള ചാച്ചിലിൽ നിന്ന് ഒരു വിടുതൽ. അതുകൊണ്ട് അമ്മ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ വിശുദ്ധരെ പോലെ പാപത്തിൻ്റെ ചാച്ചിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ വിശുദ്ധർക്ക് നൽകുന്നതിനെ നമ്മൾ ഡൂലിയ എന്നാണ് പറയുക, ഡൂലിയ. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നൽകുന്ന വണക്കത്തിനെ ഹൈപ്പർ ഡൂലിയ എന്നാണ് പറയുക. ഇതിനകത്ത് ലാട്രിയ എന്ന പദമാണ് നമ്മൾ ദൈവത്തിന് നൽകുന്ന വണക്കത്തിന് പറയുക. അത് ഏറ്റവും ഉയർന്ന തട്ടാണ്. ഇത് ദൈവത്തിൻ്റെ നൽകുന്ന വലിയ ആരാധനയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് നൽകുന്ന ലാട്രിയ, പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഹൈപ്പർ ഡൂലിയ, വിശുദ്ധർക്ക് നൽകുന്ന ഡൂലിയ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയെ നമ്മൾ പലപ്പോഴും വിശുദ്ധരുടെ ഗണത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അമ്മ ദൈവവുമല്ല, എന്നാൽ വിശുദ്ധരുടെ ഗണത്തിൽ പെടുന്ന ആളുമല്ല. അമ്മ മാലാഖമാർക്കും മേലെയാണ്. മാലാഖമാര് അമ്മയുടെ സ്ഥാനത്തിന് താഴെ നിൽക്കുക. കാരണം സ്വർഗം അങ്ങനെയാണ് പദ്ധതിയായത്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. ഇനി ഈ പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. മറിയത്തിൻ്റെ മഹത്വത്തെ പറ്റി 9-ാം പിയൂസ് പാപ്പയാണ് മാതാവിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ദൈവം കഴിഞ്ഞാൽ എല്ലാവരേക്കാൾ കൂടുതൽ വിശിഷ്ടമായത് മറിയമാണ്. പ്രകൃത്യാ സുന്ദരിയും മനോഹരിയുമാണ്. കെറുബിം മാലാഖമാരെക്കാളും സെറാഫിൻ മാലാഖമാരെക്കാളും വിശുദ്ധയാണ് അമ്മ. അവളെ പുകഴ്ത്താൻ സ്വർഗത്തിലും ഭൂമിയിലും സകല നാവുകളും ചേർന്നാലും മതിയാവുകയില്ല. ഇനെ ഫാബിലിസ് ദേവൂസ് എന്ന എഴുത്തിലൂടെയാണ് 9-ാം പിയൂസ് പാപ്പ ഇത് പറയുക. സ്വർഗത്തിൽ വലിയ സ്തുതിക്ക് അർഹയാണ് പരിശുദ്ധ അമ്മ. അമ്മയെ നമ്മൾ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. ഉന്നത വണക്കത്തിന് പരിശുദ്ധ അമ്മയെ അർഹയാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി ദൈവം മാതാവിന് പ്രസാദവരണത്തിൻ്റെ പൂർണ്ണത അനുവദിച്ചു നൽകി എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 1:28 നമ്മൾ വായിക്കുന്നല്ലോ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം, ദൈവകൃപ നിറഞ്ഞവൾ, പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് നിൽക്കുന്നവൾ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായവൾ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ഇത്രയും ചേർന്ന് നിൽക്കുവാൻ
മറ്റൊരു സൃഷ്ടിക്കും ഭാഗ്യം ലഭിച്ചിട്ടില്ല, അനുവാദം ലഭിച്ചിട്ടില്ല, യോഗ്യത ലഭിച്ചിട്ടില്ല. അമ്മ മാതാവ് പരിശുദ്ധാത്മാവ് മണവാട്ടിയായി സ്വീകരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധ ത്രിത്വത്തിൽ മകളായും അമ്മയായും സ്വീകരിക്കപ്പെടുമ്പോൾ, അത്ര ചേർന്ന് നിൽക്കുന്ന അമ്മയിലേക്ക് കടന്നു വരുന്നത് ശക്തമായ ദൈവകൃപയാണ്, വരപ്രസാദമാണ്. വിശുദ്ധർക്കൊക്കെ ഈ വരപ്രസാദം ലഭിച്ചെങ്കിലും അവർ മൂലപാപത്തിൻ്റെ ഒരു കെട്ടിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. രണ്ടാമതായി, മറിയം മാത്രമാണ് ദൈവത്തിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ചവൾ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രധാനമായും 4 മരിയൻ വിശ്വാസ സത്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോവുക. ഇതേറെ പ്രധാനപ്പെട്ട വിചിന്തനമാണ്. വിശ്വാസ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ് കത്തീഡ്ര പ്രൊനൗൺസിയേഷൻ, എക്സ് കത്തീഡ്ര സ്റ്റേറ്റ്മെന്റ്. പരിശുദ്ധ പിതാവ് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് സഭയിൽ പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസ സത്യങ്ങൾ. അതിന് എല്ലാ വിശ്വാസികളും അത് വിശ്വസിക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ടവരെ, പബ്ലിക് റെവലേഷൻ ഉണ്ട്, പ്രൈവറ്റ് റെവലേഷൻ ഉണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറിച്ചിന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ കർത്താവ് നൽകിയ സന്ദേശങ്ങൾ, ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയും, വ്യക്തികൾക്ക് ലഭിച്ച കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ഇത് സഭ അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ പോലും സഭയിൽ ആരെങ്കിലും അതിനകത്ത് ഒരു സ്വീകാര്യക്കുറവ് കാണിച്ചാൽ സഭ അതൊരു മാരകമായ കുറ്റമായി പറയുന്നില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായി അത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന, അത് വിശ്വസിക്കരുതെന്നോ തള്ളിക്കളയരുന്നോ എന്നുള്ളതല്ല ഞാൻ പറയുക. സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളുടെ മേൽ നമ്മൾ അവിശ്വാസം വെച്ച് പുലർത്തിയാൽ അവിടെ പിശാച് അതിശക്തമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ വിശ്വാസം മറിയം ദൈവമാതാവാണെന്നാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അമ്മയാണ് പരിശുദ്ധ മറിയമെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. എഫേസോസിലെ 3-ാമത്തെ സാർവത്രിക സുനോദോസ് AD 431 ഇത് നിർവചിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ക്രിസ്തു ദൈവമാണെന്നും ആ കാരണത്താൽ തന്നെ അവിടത്തേക്ക് ജന്മമേകിയ മറിയം ദൈവമാതാവാണെന്നും ഏറ്റുപറയാതിരിക്കുന്ന ഏവരും ശപിക്കപ്പെട്ടവനാകട്ടെ എന്നതായിരുന്നു എഫേസോസ് സുനോദോസിന്റെ പ്രഖ്യാപനം. ഈ നിർവചനം യേശുവിൻ്റെ ഏക ദൈവീക വ്യക്തിയിൽ അവിടുത്തെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ഐക്യപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നു. ഈശോയുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചത് അമ്മയിൽ നിന്നാണ്. ഈശോയുടെ മാംസവും രക്തവും സ്വീകരിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. 100% ദൈവവും 100% മനുഷ്യനുമായ ഈശോ പരസ്പരം കൂടിക്കലർന്ന വ്യക്തിത്വങ്ങളല്ല. എങ്കിൽ തന്നെയും ഈശോ മനുഷ്യാവതാരം ചെയ്ത ഈശോയായി അവിടുത്തെ ശരീരവും രക്തവും അമ്മമാതാവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ഈശോയെ മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോ അല്ലാണ്ടായി മാറും. ഈശോ ദൈവവും കൂടിയാണ്. നമുക്കത് മാറ്റിവെച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 100% ദൈവവും 100% മനുഷ്യനുമായ ഈശോയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസ സത്യമായി ഉറപ്പിക്കണം. രണ്ടാമത്തെ വിശ്വാസ സത്യം മറിയം നിത്യ കന്യകയാണ് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകിയതിന് മുൻപും ജന്മം നൽകുമ്പോഴും അതിന് ശേഷവും നിത്യ കന്യകയാണ് എന്ന് പഠിപ്പിക്കുന്നു. AD 649 ലാറ്ററൻ കൗൺസിൽ വെച്ച്
വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ പാപ്പായുടെ നിർവചനത്തിൽ മറിയത്തിൻ്റെ കന്യാത്വത്തിൻ്റെ ത്രിവിധ മാനങ്ങളെപ്പറ്റി പ്രഖ്യാപിക്കുന്നു. നമുക്ക് കേൾക്കാം. പാപ്പ ഇതൊരു വിശ്വാസ സത്യമായി ഇങ്ങനെ പ്രഖ്യാപിച്ചു: അനുഗ്രഹീതയായ കന്യകയും അമലോത്ഭവയുമായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, സമഗ്രത നഷ്ടപ്പെടാതെ അവനെ പ്രസവിച്ചു. അവൻ്റെ ജനനശേഷം അവളുടെ കന്യാത്വം ലംഘിക്കപ്പെടാതെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ മാനുഷികമായ യുക്തിയിൽ ഭദ്രമായി നമ്മൾ ചിന്തിക്കരുത്. ഇത് നമ്മൾ വിശ്വാസ സത്യമായി നമ്മൾ സ്വീകരിച്ച് പിശാച് തരുന്ന എതിർചിന്തകളെ നമ്മൾ ദൂരീകരിച്ച് നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വം പിശാച് ഏറെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ വിശ്വാസ സത്യം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നുള്ളതാണ്. 1854 വാഴ്ത്തപ്പെട്ട പിയൂസ് 9 പാപ്പായുടെ അപ്രമാദിത്വപരമായ പ്രഖ്യാപനത്താൽ ഈ സിദ്ധാന്തം വിശ്വാസ സത്യമായി നിർവചിക്കപ്പെട്ടു. മറിയം ഉത്ഭവ പാപത്തിൻ്റെ കറയില്ലാതെയാണ് ഗർഭം ധരിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നിസ്സാരമായ കാര്യമല്ല. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലൊക്കെ പറഞ്ഞത് സഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. പ്രത്യേകമായി ലൂർദിൽ ബർണദീത്തായ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ആ സമയത്ത് റോമിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ഈ വിദ്യാഭ്യാസമില്ലാത്ത കൊച്ചു പെൺകുട്ടിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്യം വരുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. ഇമ്മാക്കുലേറ്റ് സ്പിരിറ്റ്, അമലോത്ഭവ, വലിയ അത്ഭുതമായി. അങ്ങനെ സഭ ഒരിക്കലും ഒരു വിശ്വാസ സത്യത്തെ ഒരു രാത്രി കൊണ്ട് തീരുമാനിച്ച് പിറ്റത്തെ ദിവസം പ്രഖ്യാപിക്കത്തില്ല. സഭ വലിയ അനുഭവത്തിൽ നിന്നും വിചിന്തനത്തിൽ നിന്നുമാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് സത്യമായും പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മൾ ഏറ്റെടുക്കണം. പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്വം, അമ്മയുടെ വിമല ഹൃദയം നമ്മളെയും വിമലീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ നടത്തുന്ന ഈ സമർപ്പണത്തിൻ്റെ കാതൽ. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ലഭിച്ച ആ കൃപയുടെ ഒരു പങ്ക് നമുക്കും തന്ന് നമ്മളെയും ഈ ജന്മപാപത്തിൻ്റെ കെട്ടിൽ നിന്ന്, പാപത്തിൻ്റെ ചാച്ചിലിൽ നിന്ന്, നമ്മുടെ ഈ വീഴ്ചയിൽ നിന്ന് അമ്മ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സകല വിശുദ്ധരെയും വിശുദ്ധീകരിച്ചത് അമ്മയുടെ മാധ്യസ്ഥത്താലാണ്. എല്ലാ വിശുദ്ധർക്കും അമ്മയുടെ സഹായം അമ്മ നൽകിയിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ വിശ്വാസ സത്യം മറിയം സ്വർഗാരോപിത എന്നുള്ളതാണ്. 1950 പിയൂസ് 12 പാപ്പ തൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ മറിയത്തിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമാക്കി പ്രഖ്യാപിച്ചു. അത് ഇപ്രകാരമാണ്: കറയില്ലാത്ത ഈ കന്യക ജന്മപാപത്തിൻ്റെ എല്ലാ കറയിൽ നിന്നൊഴിവാക്കി സംരക്ഷിക്കപ്പെട്ടവളായി ഈ ലോക ജീവിതത്തിൻ്റെ പ്രവാസം പൂർത്തിയാക്കി ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ഇത് നമ്മൾ വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്വം പിശാചിനേറെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ആത്മശരീര നൈർമല്യത്തോടെ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ച കാലമത്രയും പാപത്തിൻ്റെ കറയേശാതെ നൈർമല്യതയോടെ അമ്മ ജീവിച്ചതുകൊണ്ട് സ്വർഗത്തിൽ അമ്മയുടെ ശരീരം സ്വീകരിക്കപ്പെട്ടു. പുത്രൻ തമ്പുരാൻ ഇപ്പോഴും അത് ഈശോയുടെ മൗതിക ശരീരം നമ്മൾ അനുഭവിക്കുന്ന പരിശുദ്ധ കുർബാന, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഈശോയുടെ ശരീരവും രക്തവും ഒരേ ബ്ലഡ് ഗ്രൂപ്പിൽ വിവിധങ്ങളായ പരീക്ഷണശാലകളിൽ പരീക്ഷിക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട്, ലോകത്തിൽ നടക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ഒരേ ശരീരത്തിൽ നിന്നാണ്, ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നാണ്. അതിനൊരു ബ്ലഡ് ഗ്രൂപ്പാണ്, ഒരു DNA ആണ്. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധിച്ചിട്ടുണ്ട്. അതിലൂടെ മനസ്സിലാക്കുന്നു ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്,
ഒരേ മനുഷ്യ വ്യക്തിയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിലെ സ്ഥാനം നിസ്സാരമായി നമ്മൾ കരുതരുത്. സ്വർഗം അമ്മയെ ഈ ഭൂമിയിൽ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞു സംരക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സത്യത്തിൽ അമ്മയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുണ്ടായിരുന്നു. അമ്മയ്ക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ കഴിവുണ്ടായിരുന്നു. എങ്കിലും അമ്മ ഇങ്ങനെ മറയ്ക്കപ്പെട്ടവളായി സ്വർഗം സൂക്ഷിച്ചു. സഭയുടെ ചരിത്രത്തിലാണെങ്കിലും വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിലൂടെയും പതിയെയാണ് മരിയൻ ഭക്തിക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പതിയെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിമല ഹൃദയ പ്രതിഷ്ഠകൾ നടക്കുക. കേരളത്തിൽ തന്നെ പല ആവർത്തി നടക്കപ്പെട്ടു, പല ഇടവകളിലും നടത്തപ്പെട്ടു. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, സ്വർഗത്തിൽ ഈശോയുടെ രണ്ടാം വരവിൻ്റെ സമയം വീണ്ടും പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തോട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ ഈശോ രണ്ടാമതും വരിക അമ്മയിലൂടെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കി നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ വിമല ഹൃദയത്തോട് ഐക്യപ്പെടുന്നതിലൂടെയാണ് നമ്മുടെ സമർപ്പണം പൂർത്തിയാകുക എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വളർത്തിയെടുക്കാം. യഥാർത്ഥ മരിയഭക്തി 121 ഖണ്ഡിക. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും സകല ഭൗതിക നന്മകളെയും സകല ആത്മീയ സമ്പത്തും പരിശുദ്ധ മറിയത്തെ ഏൽപ്പിക്കുക എന്നതാണ് മരിയൻ സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശം. പരിശുദ്ധ മറിയത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഈ തരത്തിലുള്ള സമർപ്പണം അർത്ഥവത്തായിത്തീരും. മാത്രവുമല്ല, അതൊരു വലിയ ആനന്ദമായി ആ വ്യക്തിക്ക് അനുഭവപ്പെടുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേ
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ട
അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഞങ്ങൾക്കായി മുറിഞ്ഞവനെ, ഹല്ലേലൂയ ഹല്ലേലൂയ രക്ഷയുടെ കുഞ്ഞാടേ, ഹല്ലേലൂയ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മ മേരിയൊപ്പം ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗം മുഴുവനും ചേർന്ന് ഹല്ലേലൂയ ആമേൻ. തിരുസഭയോട് ചേർന്ന് ലോകത്തിപ്പോൾ നടക്കുന്ന എല്ലാ ദിവ്യകാരുണ്യ ആരാധനകളോടും പരിശുദ്ധ ബലിയർപ്പണങ്ങളോടും എല്ലാ പ്രാർത്ഥനകളോടും ദൈവമഹത്വം നൽകുന്ന എല്ലാ ഇടങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളോടും ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവിന്റെ വലിയ കരുണയിൽ നമുക്ക് അഭയപ്പെടാം. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സ്നേഹം നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു മനസ്സായി ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ദൈവമേ, സർവ്വത്തിന്റെയും സർവ്വവുമായവനെ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആമേൻ. യേശുനാഥ ആമേൻ. ആമേൻ ആമേൻ. ദൈവപുത്ര യേശു, ആമേൻ ആമേൻ. സർവശക്ത ഓ പിതാവേ, നിത്യപിതാവേ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ. ദൈവപുത്ര ആമേൻ ആമേൻ. സർവശക്ത നിത്യപിതാവേ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ലൂക്ക 1:48. സ്വർഗീയ പിതാവിൻ്റെ
വത്സലപുത്രി. പുത്രന്റെ സ്നേഹം നിറഞ്ഞ അമ്മ, പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയമാർന്ന മണവാട്ടി. പരിശുദ്ധ ത്രിത്വം ഇത്ര കണ്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മറ്റൊരു സൃഷ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗം കരുണയാണ്. സ്വർഗീയ പിതാവ് കാരുണ്യമാണ്. നമ്മുടെ പാപങ്ങൾക്കനുസൃതമായി നമ്മളോട് പെരുമാറുന്ന നീതി മാത്രമാണ് ദൈവമെങ്കിൽ ഈ ഭൂമി ഇന്നുണ്ടാവുകയില്ല. നമ്മൾ കരുണയുടെ കാലത്തിലൂടെയാണ് കടന്നു പോവുക. ഇത് ദൈവ കരുണയുടെ കാലമാണ്. അവിടുത്തെ രണ്ടാം വരവ് എന്തുകൊണ്ട് സംഭവിച്ചില്ല? ഇതുവരെ സംഭവിച്ചില്ല. എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് ഞങ്ങൾ കുറേ കേട്ടു. ദൈവം ദൈവമാണ് എന്ന് സർവപ്രപഞ്ചത്തിനും മനസ്സിലാകുന്ന തരത്തിൽ അവിടുത്തെ ഒരു ഇടപെടല്, അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. വിമല ഹൃദയത്തിൻ്റെ വിജയമെന്നാണ് കർത്താവിൻ്റെ രണ്ടാം വരവിനെ സാക്ഷ്യപ്പെടുത്തുക. കാരണം അതൊരു പോരാട്ടത്തിൻ്റെ അവസാനമാണ്. അതെങ്ങനെയും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയും ആയിക്കോട്ടെ, എന്തു തന്നെയായാലും സർവത്തിൻ്റെയും സർവവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്ത്യവുമായവൻ, അവൻ ദൈവമാണ് എന്ന് ഈ പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരിയും തിരിച്ചറിയുന്ന സമയമാണ്, ഏറ്റുപറയുന്ന സമയമാണ്. വലിയ ബലവാന്മാർ ബലമില്ലാതായി തീരുന്ന സമയമാണ്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രവും എല്ലാം ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ലാതായി തീരുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ സമയം നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥത്താലാണ് എന്ന് വ്യക്തിപരമായ വെളിപ്പെടുത്തലുകളും സഭയുടെ പ്രബോധനങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അമ്മ പുത്രനോട് പറഞ്ഞു, കാനായിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല. പുത്രൻ പറഞ്ഞു, സമയമിതല്ല, ഞാൻ നടത്തേണ്ടുന്ന ഒരു പൊതുജീവിതത്തിന്റെ ആരംഭം ഇപ്പോഴല്ല. ഞാൻ എന്നെ തന്നെ പരസ്യപ്പെടുത്തേണ്ട സമയമായില്ല. എങ്കിലും അമ്മ അപേക്ഷിച്ചു, പുത്രൻ കേട്ടു. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭൂമിയിൽ സാധാരണ അമ്മമാര് മക്കൾക്കൊരു വലിയ ശിക്ഷയോ എന്തെങ്കിലും ഒരു കാര്യമോ വരുമ്പോൾ അവരെത്ര മോശം മക്കളാണെങ്കിലും അമ്മമാര് പുറത്ത് അഭിനയിച്ചാൽ പോലും അവരുടെ ഹൃദയം സത്യത്തിൽ പെടയും. ഒരമ്മയായിട്ടുള്ള അമ്മയുടെ ഹൃദയം പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ നമ്മുടെ അമ്മയോ, ഓരോ മക്കളും പാപത്തിൽ പിടയുമ്പോൾ പ്രത്യേകിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം അമ്മ കണ്ണുനീരോടും വെടിവീർപ്പോടും പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ വൈദിക മക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ, വലിയ വീഴ്ചയുടെ കാലത്താണ് നമ്മൾ നിൽക്കുക. ലോകാരൂപിക്ക് അടിപ്പെട്ട് അനേകം ആത്മാക്കൾ പിശാചിന്റെ പിടിയിലായ കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം: പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന ചില അധികാരമുണ്ട്. അനാദിയിൽ ആരുടെ പാദത്തിലാണോ അവന്റെ തല ഞെരിഞ്ഞ് അമരേണ്ടത്, അത് പദ്ധതി ചെയ്ത സ്വർഗീയ പിതാവ് അമ്മയെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദിവ്യസക്രാരി അമ്മയുടെ വിമല ഹൃദയമാണ്. അമ്മയുടെ വിമല ഹൃദയമാകുന്ന സക്രാരിയിലാണ് പുത്രൻ സന്നിഹിതനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. അമ്മയെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അമ്മയോട് നമ്മൾ കൂട്ടുകൂടുന്നതും ചേർന്ന് നിൽക്കുന്നതും ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. ഒരിക്കലും കരുതരുത് നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത് തെറ്റാണ് എന്ന്. അമ്മയുടെ സ്നേഹമാർവിലേക്ക് ചേർന്നിരുന്ന് അമ്മയുടെ മാധ്യസ്ഥം, അമ്മേ എൻ്റെ കാര്യം ഈശോയുടെ അടുത്ത് പറയണേ, പിതാവിൻ്റെ അടുത്ത് പറയണേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം അമ്മ എനിക്ക് വേണ്ടി വാങ്ങിത്തരണേ, ഇതൊക്കെ പറയുന്നത്
തെറ്റാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ എത്രയോ പേരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അമ്മയെ ദൈവമാക്കുന്നത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാ ഭക്തി മാർഗങ്ങളെയും ഓർത്ത് കർത്താവെ ഞങ്ങൾ അനുദപിക്കുന്നു. അമ്മയെ നിന്ദിക്കുന്നതിനേക്കാൾ വലിയ തിന്മയാണ് അമ്മയെ ദേവതയാക്കുന്നത്, അമ്മയെ ദൈവമാക്കുന്നത്. അമ്മയിൽ നിന്നൊന്നും പുറപ്പെടുന്നില്ല. ഒരു കൃപകളുടെയും പ്രഭവസ്ഥാനമല്ല അമ്മ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. തന്റെ പുത്രനാൽ അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. നമ്മൾ ധരിക്കുന്ന ഉത്തരീയമോ കൊന്തയോ നമ്മൾ ഉപയോഗിക്കുന്ന മെഡലുകളോ അതിനാൽ തന്നെ എന്തെങ്കിലും ശക്തി പുറപ്പെടുവിക്കുന്നതല്ല. അതിൽ പുത്രൻ സന്നിഹിതനായതുകൊണ്ടാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യത ഈശോ അതിൽ എഴുന്നള്ളിയിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അമ്മയോടൊപ്പം നമുക്ക് ആരാധിക്കാം. സ്വർഗത്തിന് വലിയ ആനന്ദമാണത്. കാരണം അമ്മ നമ്മളെ പഠിപ്പിക്കും. അമ്മയുടെ സാന്നിധ്യം പിശാചുക്കളെ വിറകൊള്ളിക്കും. കാരണം സൃഷ്ടിയെ തോൽപ്പിക്കുന്ന ഒരു നീതി അതിൻ്റെ ഉള്ളിലുണ്ട്. സ്വർഗീയ പിതാവ് പദ്ധതി ആയതാണ് ഒരു സ്ത്രീയിലൂടെ കടന്നു വന്ന എല്ലാ അനർത്ഥങ്ങളും മറ്റൊരു സ്ത്രീയിലൂടെ അനുഗ്രഹമാക്കി മാറ്റുന്ന സ്വർഗീയ പദ്ധതി. നമുക്ക് അമ്മ മേരിയുടെ കരം പിടിച്ച് ഈശോയെ ആരാധിക്കാം. അമ്മ പുത്രനെ സ്നേഹിച്ചതുപോലെ ആരുണ്ട് സ്നേഹിച്ചത്? അമ്മ പുത്രനെ ആദരിച്ചതുപോലെ ആരുണ്ട് ആദരിച്ചത്? അമ്മയുടെ മടിത്തട്ടിലേക്കല്ലേ ആദ്യമായി ഈശോയുടെ ചിതറിക്കപ്പെട്ട ശരീരം ഏറ്റുവാങ്ങപ്പെട്ടത്? അതിനുശേഷമല്ലേ വൈദിക കരങ്ങളിലേക്ക് ഈശോ വന്നു തുടങ്ങിയത്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ അമ്മ, വൈദികരുടെ രാജ്ഞിയായ അമ്മ, നമ്മുടെ വീണ്ടെടുപ്പിന് നമ്മളെ സഹായിക്കുന്ന അമ്മ, നമുക്ക് ഏറ്റവും ശക്തിയായ നിത്യസഹായമായ അമ്മ. ഈശോയെ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി അനവധി അനവധി കൃപകൾ, അനവധി അനവധി അനുഗ്രഹം നീ ഞങ്ങൾക്ക് തരണമേ. അമ്മേ തായി അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആമേൻ. അമ്മേ അമ്മേ തായി അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായി അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായി അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ജീവിതത്തിന്റെ പ്രതികൂലതകളിൽ ശിഷ്യഗണം ചിതറിയോടിയപ്പോൾ അവർക്ക് ബലമായ അമ്മേ, ഈ അന്ത്യകാല സഭയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ അമ്മ മാതാവിന്റെ വിമല ഹൃദയം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായി അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം
നമുക്ക് നമ്മുടെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വെക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി കർത്താവ് കുരിശിൽ നമുക്ക് വാഗ്ദാനം ചെയ്ത രക്ഷയുടെ യോഗ്യതയാൽ അത് ഏറ്റവും പരിപൂർണമായി സ്വീകരിച്ച അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകമായൊരു വിടുതലിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അമ്മയുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ പിശാച് ഏറെ ഭയപ്പെടും. മരിയ ദാസൻ, മരിയ ദാസി. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് ആദ്യമായി ഈ പദം തിരുസഭയിൽ ഉപയോഗിക്കുമ്പോൾ വലിയ കോളിളക്കങ്ങളുണ്ടായി. അന്ന് വരെ കാണാത്ത ഭക്തിയാ. അമ്മയുടെ അടിമ, സെർവൂസ് മെരിയെ നൻകും പെരുബിറ്റ്. അമ്മയുടെ ദാസർ ഒരിക്കലും നശിച്ചു പോകാൻ അമ്മ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയോട് പക്ഷം ചേർന്ന് സ്വർഗത്തിനൊപ്പം നിൽക്കുക. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മാത്രമല്ലേ അമ്മ നിറവേറ്റുക. തൻ്റെ പുത്രൻ പറയുന്നതല്ലേ അമ്മ ചെയ്യുക. ഈ അന്ത്യകാല പോരാട്ടത്തിൽ പിശാച് അതുപോലെ ഇളകി മറിയുന്ന ഈ കാലത്ത്, വിശുദ്ധ ഇടങ്ങളിൽ അവൻ കൂടാരമടിച്ചിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് വലിയൊരു സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ കുരിശിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും, പരിശുദ്ധ കുരിശിലൂടെ പ്രദാനം ചെയ്യപ്പെട്ട രക്ഷ ഏറ്റവും പൂർണ്ണമായി സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ, അമ്മ മാതാവിൻ്റെ ദൈവമാതൃത്വത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിത്യകന്യത്വത്തിൻ്റെ യോഗ്യതയാൽ, അമ്മ പാവമേശാതെ സൃഷ്ടിക്കപ്പെട്ട അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ യോഗ്യതയാൽ, കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ച സകല വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും വിശുദ്ധത്തിൻ്റെയും പരിഹാര ജീവിതത്തിൻ്റെയും യോഗ്യതയാൽ, അവരുടെ പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ യോഗ്യതയാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായി ജീവിച്ച ഞങ്ങളുടെ പൂർവീകരുടെ ത്യാഗപരിത്യാഗങ്ങളുടെയും മാതൃഭക്തിയുടെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും യോഗ്യതയാൽ, ഈ കാലഘട്ടത്തിൽ തിരുസഭയിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിനായി നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ മുന്നേറ്റങ്ങളുടെയും യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടപിശാചിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകൾ, ബന്ധനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നെങ്കിൽ ഈ നിമിഷം യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് ഐക്യപ്പെടുന്നതിന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തോട് ചേരുമ്പോൾ ഞങ്ങൾ യേശുവിനോട് ഐക്യപ്പെടുമെന്ന്, ഞങ്ങൾ യേശുവിനോട് ചേരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇടപെടണമേ. എതിർചിന്തകൾ, മരിയ ഭക്തിയോടുള്ള എതിർചിന്തകൾ ഈ കാലഘട്ടത്തിൽ ഉടലെടുത്താൽ യേശുനാമത്തിൽ അത് മാറിപ്പോകട്ടെ. പ്രത്യേകമായി ജപമാല ഭക്തി ഉണ്ടാകട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യത സ്വീകരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ. നമുക്ക് മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.